ചേച്ചി, ദിവ്യ ഇപ്പോ എന്റെ സംരക്ഷണത്തിലാ ഈ വീട്ടിൽ കഴിയുന്നത്. എന്നുവെച്ചാ ഗർഭിണിയായ അവളുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും നല്ലതിനു വേണ്ടി നടത്തുന്ന ചടങ്ങാണ് സീമന്തം. കുഞ്ഞു ദീപകിന്റെ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. യാമിനി, ദിവ്യയുടെ സീമന്തം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നടത്തിക്കോ. ദിവ്യയുടെ സീമന്തം നടത്തണമെന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ചേച്ചി. അമ്മേ, അമ്മ പറഞ്ഞ കേട്ടല്ലോ, തൃപ്തിയായല്ലോ അമ്മയ്ക്ക്. അമ്മ പറയുന്ന ഒന്നിനും അമ്മാവൻ എതിര് പറയില്ലെന്ന് അമ്മ എപ്പോഴും വീമ്പിളക്കാറുള്ളതല്ലേ. ഇപ്പൊ എന്തായി? പ്രതാപ, നീ ഇങ്ങനെ എന്നോട് ചെയ്യൂന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. എന്റെ വാക്ക് നീ ധിക്കരിച്ചു. എങ്കി നീ കേട്ടോ പ്രതാപ, ഈ അംബിക ജീവിച്ചിരിക്കുമ്പോ ദിവ്യയുടെ സീമന്തം ഈ വീട്ടിൽ വെച്ച് നടക്കില്ല. വർമ്മ സാറേ, അംബികമ്മയുടെ ഇപ്പൊ പറഞ്ഞതാണ് ശരി. അത് വർമ്മ സാർ അംഗീകരിച്ചു കൊടുക്കണം. ദിവ്യയുടെ സീമന്തം ഇവിടെ ഈ വീട്ടിൽ വെച്ച് നടത്തില്ലല്ലോ. അംബിക മാഡത്തിന് അതല്ലേ എതിർപ്പ്? സീമന്തം എന്റെ വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് സമ്മതം സാറേ. അങ്ങനെ ചെയ്ത ഈ കാര്യത്തില് ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. ചേച്ചി എന്തു പറയുന്നു? അത് ദിവ്യയുടെ സീമന്തം രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നതിന് ചേച്ചി എന്ന് പറയുന്ന ചേട്ടാ. എങ്കിൽ അങ്ങനെ നടക്കട്ടെ രാജു. രാജു, ചടങ്ങിന് എന്തൊക്കെ ആവശ്യങ്ങളെന്ന് വെച്ചാ ശേഖരനോട് പറഞ്ഞാൽ മതി കേട്ടോ. അല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമ്പറ്റീഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ തുകയിൽ നിന്ന് കുറച്ച് ദിവ്യയ്ക്ക് വേണ്ടി ഞാൻ നീക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ. ശരി, അങ്ങനെ ആവട്ടെ.